ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിൽ വരുന്ന 3 ക്യാരറ്റ് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ചെറുതാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് അല്ല ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയൊരു ബീട്രൂട്ടിൻ്റെ 1/4 ഭാഗത്തോളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു ബീട്രൂട്ട്, അത്യാവശ്യം വലിയൊരു ബീട്രൂട്ട് 4 പീസാക്കുക. എന്നിട്ട് അതിൽ ഒരു ഭാഗം മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ കഴിക്കാം. അതല്ലെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ അത് ചേർത്ത് കൊടുത്തിട്ട് കഴിച്ചാലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 വീക്സോ അതല്ലെങ്കിൽ ഒരു 4 വീക്സൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ വെജിറ്റബിൾസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസ് തന്നെയാണിത്. അപ്പം നമ്മൾ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2 വീക്സോ അല്ലെങ്കിൽ 4 വീക്സ് കഴിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്